സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സന്ധ്യാവന്ദനങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം ഏവരെയും ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. തുടർമാനമായ ദൈവവചനം പഠിപ്പാൻ നിങ്ങൾ കാണിക്കുന്ന നല്ല താല്പര്യത്തിനായി സ്തോത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗത്തേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുവരികയാണ്. വിശ്വാസത്തിന്റെ യാത്ര എന്ന വിഷയം നാം ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഗഹനമായി, വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ വളരെ ടൈം എടുത്ത് ഈ വിഷയം പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നത്. നമ്മൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരുടെ ജീവിതത്തിലൂടെ വിശ്വാസത്തിന്റെ യാത്ര എങ്ങനെയാണെന്നൊന്ന് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച 12-ാം അധ്യായത്തിലേക്ക് തന്നെ വരുന്ന ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വളരെ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ഒരു അധ്യായമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതൊന്നുമല്ല വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഊഹാപോഹം വെച്ച് പലതും പറഞ്ഞു വെച്ചിരിക്കുന്നതൊന്നും വേദപുസ്തകം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി അത് പറഞ്ഞ് തിരുത്താമെന്ന് വെച്ചാൽ നടക്കാൻ പോണ കാര്യമല്ല. അതാണ് അതിനേക്കാൾ മറ്റൊരു രഹസ്യം. ഞാൻ എത്ര തന്നെ ഇത് വായിട്ടലച്ചാലും ഈ കേൾവിക്കാരായ പലരും നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ചില ചിന്തകളും കേട്ടറിവുകളും എന്താ പറയാ കേട്ട് പരിചയിച്ച ചിന്തകളും ഒക്കെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഞാന് ദൈവജനം മാത്രം ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതിന്റെ പൊരുൾ തിരിക്കുമ്പോൾ എല്ലാ കാര്യവും ഒരുപക്ഷെ പെട്ടെന്നൊന്നും അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഇനിയോ എന്തായാലും ഞാൻ വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ വചനമായി മുന്നോട്ട് നീങ്ങി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. പരിശുദ്ധാത്മാവെന്ന നല്ല അധ്യാപകൻ നമുക്ക് വചനത്തിന്റെ പൊരുള് തിരിച്ചു തന്നെ നമ്മെ വചനത്തിൽ നിർത്തുവാനായി പ്രാർത്ഥനയോടെ ദൈവം സഹായിക്കാം. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുന്ന ദൈവിക ദർശനം, ദൈവിക കാഴ്ചപ്പാട് ഞാൻ കഴിഞ്ഞ 2-3 ക്ലാസ്സിന് മുമ്പ് ഓർപ്പിച്ചു. അബ്രഹാമിനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് അബ്രഹാമിന് ഒരു ഐഡിയയും ഇല്ല. അവിടെ ചെന്നാൽ എങ്ങനെ താമസിക്കണമെന്ന് അറിഞ്ഞുകൂടാ, അവിടെ എന്ത് ജോലി ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, പിള്ളേരെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുമോ, കോളേജിൽ വിടാൻ പറ്റുമോ, അതിനൊരു ചുറ്റുപാടുകളുണ്ടോ, അവിടെ മൊബൈലിന് റേഞ്ച് ഉണ്ടോ, നെറ്റ് എടുക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് കണക്ഷൻ കിട്ടുന്ന സ്ഥലമാണോ, ഈ കാര്യങ്ങളൊന്നും അബ്രഹാമിന് അറിയത്തുമില്ല. അബ്രഹാം തിരക്കിയില്ല. പിന്നെ ചാടി ഇറങ്ങിയ ഒരൊറ്റ കാരണം കൊണ്ട് ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് ദൈവത്തെ അബ്രഹാം കണ്ടു. അതാണ് അബ്രഹാമിന്റെ വിഷയം. അവിടാണ് നമ്മൾ അബ്രഹാമും തമ്മിൽ ഒക്കാതെ പോകുന്നത്. നമുക്കിതെല്ലാം അവിടെ ഉണ്ടോ, കിട്ടുമോ? എന്നോട് ദൈവം പറഞ്ഞിട്ടുള്ളത് തന്നേ തീരൂ, കൊണ്ടേ പോകൂ. ഇതൊക്കെയാണ് നമ്മുടെ ശൈലി. എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നേ പറ്റുമെന്ന് നിർബന്ധം പിടിക്കാതെ, തരാമെന്ന് പറഞ്ഞ് ഒരുവനുണ്ടെങ്കിൽ എനിക്ക് അത് മതി എന്നൊരു പോയിന്റിലേക്ക് നമ്മൾ വരാത്തതാണ് നമ്മുടെ ആത്മജീവിതത്തിന്റെ പരാജയം. നമ്മൾ ഇന്നും പറയുന്നത് തരണം, കിട്ടണം, കിട്ടിയേ പറ്റൂ, അത് മേടിക്കണം. സ്തോത്രം. എന്നാൽ ഒരാൾ ഉപവാസ പ്രാർത്ഥന ക്ലാസ് എടുക്കുന്നത് കണ്ട് ഞാൻ അങ്ങ് 2 കൊണ്ട് നെഞ്ചത്തെ തല്ലി അങ്ങ് ചത്താലോ എന്ന് ചിന്തിച്ചു പോയി. നിങ്ങൾ കണ്ടിട്ടില്ലേ നിയമസഭയുടെ മുമ്പിൽ സമരം ചെയ്യുന്നവർ? കിട്ടുന്നത് വരെ അവർ ആ നിയമസഭയുടെ മുമ്പാകെ അവർ വീണ് കിടക്കുന്നതും ഉരുളുന്നതൊക്കെ കണ്ടിട്ടില്ല. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുമ്പോഴും ദൈവത്തിന് നെടുമ്പാടും വീണ് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം എന്റെ കയ്യിലുള്ള എന്തൊക്കെ അതെല്ലാം നെഞ്ചത്തടിച്ച് അങ്ങ് ചത്താൻ എനിക്ക് അങ്ങ് തോന്നിപ്പോയി. അല്ല, അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവിടെ ആത്മാവിന് അറിയാൻ ആളുണ്ട്. പിന്നെ ഞാൻ നെഞ്ചത്തടിച്ചിട്ട് കാര്യമുണ്ട്. സ്തോത്രം. ഇത് നമ്മുടെ ഇടയിൽ പിന്നെ ഒരു ഗുണം എന്നറിയാമോ? എനിക്കും മനസ്സിലാവും. അവിടെ ചില ചർച്ചിലൊക്കെ ചെന്നുണ്ടല്ലോ, ഒരു വാക്ക് പറയാൻ നമ്മളെ സമ്മതിക്കുകയല്ല. നമ്മൾ ഓങ്ങുന്നതിന് മുമ്പ് ഇവരെ ആത്മാവ് കൊണ്ടുപോകുള്ളൂ. എനിക്ക് അങ്ങനെയുള്ള യോഗത്തിൽ കൊണ്ട് വളരെ ഇഷ്ടമാണ്. കാരണം നമുക്ക് ഒത്തിരി ആശ്വാസം ഉണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും പറയാൻ ഓങ്ങിയാൽ മതി, ഇവരെ കൊണ്ടുപോകുള്ളൂ. ഇവര് പിന്നെ തുള്ളിയും ചാടി വന്യഭാഷയെല്ലാം പറഞ്ഞ് ബഹളം വെച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു തരുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ചെന്നിരുന്ന് വെള്ളമൊക്കെ കുടിച്ച്
ആർക്കെങ്കിലും മെസ്സേജ് അയക്കാണ്ട് മെസ്സേജ് ഒക്കെ അയച്ച് വീട്ടിലേക്ക് വിളിച്ച് വിശേഷമൊക്കെ എന്നോട് ചോദിച്ച ശേഷം പിന്നെ അന്നത്തെ അതുവരെ ഇവര് കൊണ്ടുപോകോളും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ അങ്ങനല്ല. അതിനൊക്കെയാണ് ഞാൻ നമ്മുടെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഈ വചന ശുശ്രൂഷ എന്താണെന്നും വചനത്തോട് ജനം പ്രതികരിക്കേണ്ട വിധം എങ്ങനെയാണെന്നും ഒക്കെ വളരെ കൃത്യമായി ദൈവവചനത്തിൽ ഞാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നല്ല, വചനത്തിന്റെ തെളിവോടുകൂടെ ഇതൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ എത്രത്തോളം ഗൗരവത്തോടെ നിങ്ങൾ ഉൾക്കൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഏതായാലും ഞാൻ മടങ്ങി വരുന്നു. നോക്കൂ, അപ്പോൾ അബ്രഹാമിന് ഇത് സ്ഥലം എവിടാന്ന് എങ്ങോട്ടാ പോകണമെന്ന് അറിയത്തില്ലെന്ന്. അത് വേണ്ട, നമ്മൾ എന്തിനാ അറിയുന്നേ? നയിക്കുന്ന ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിൽ, ദേശം തരാമെന്ന് പറഞ്ഞ ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിൽ, കിട്ടുന്ന ദേശത്തെക്കാൾ അത് തരാമെന്ന് പറഞ്ഞവനാണ് വലുതെന്ന് നാം തിരിച്ചറിയണം. എത്ര പേർക്ക് മനസ്സിലാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ദേശം തരാമെന്ന് പറഞ്ഞെങ്കിൽ ആ ദേശത്തെക്കാൾ വലുത് അത് തരാമെന്ന് പറഞ്ഞ ദൈവമാണ് നമുക്ക് വലുത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നമ്മളെല്ലാം ചെയ്യുന്നത് വെണ്ണ വെച്ചേച്ച് നെയ്ക്ക് ഓടി നടക്കുക. നെയ്യില്ലേ നെയ്യില്ലേ എന്ന് പറഞ്ഞു. വീട്ടിൽ എന്നാ ഉണ്ട്? കുറച്ച് വെണ്ണ മാത്രമേ ഉള്ളൂ. നെയ്ക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും? ഒരു രക്ഷയില്ല. കണ്ടോ? 3 തലമുറയ്ക്കുള്ള നെയ്യ് ഉണ്ടാക്കാനുള്ള വെണ്ണ വീട്ടിലുണ്ടെങ്കിലും നെയ്യില്ലേ, നീ വഴി തുറക്കണേ എന്ന് പറയും. നമ്മൾ കരയുക. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ ദൃഢതയും വലിപ്പവും അറിഞ്ഞെങ്കിൽ ഇതൊക്കെ മനസ്സിലാവും. ഞാൻ മടങ്ങി വരും. അപ്പോൾ ദേശം അറിയത്തില്ല, എവിടെ പോയി സ്റ്റേ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞവനെ കണ്ടപ്പോൾ അബ്രഹാം എടുത്തിയാടി. അതാ നമ്മൾ പറഞ്ഞ അങ്ങനെയല്ല, ആ സ്ഥലം കാണണം. ഇപ്പോഴത്തെ പ്രസംഗം അങ്ങനെയല്ലേ? നീ ആ പോകുന്ന സ്ഥലം നീ ആത്മാവിൽ കാണണം. ഇന്നാണെങ്കിൽ അബ്രഹാമിന്റെ ദൂത് അങ്ങനെ വരും. അബ്രഹാമേ, നീ ആ സ്ഥലം വിശ്വാസത്താൽ കാണണം. അവിടെ നീ പണിയാൻ പോകുന്ന കെട്ടിടം നീ ആത്മാവിൽ കാണണം. അവിടെ നീ ചെയ്യാൻ പോകുന്ന കൃഷി വിളവെടുക്കുന്ന നീ ആത്മാവിൽ കാണണം. സോദരം, അവിടെ നീ ആത്മാവിൽ വീഴുന്നത് നീ ആത്മാവിൽ കാണണം. സോദരം. അബ്രഹാം ഇങ്ങനത്തെ മണ്ടത്തരൊന്നും കളിക്കാൻ പോയില്ല. ഞാൻ മുന്നോട്ട് വരുന്ന എന്റെ കാര്യം പിടികിട്ടും. എന്റെ കണക്കോട് ശരിയാണെങ്കിൽ എന്നുകൊണ്ട് നമ്മുടെ ബൈബിൾ ക്ലാസ് തീരാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെയുള്ളതൊന്നും കാര്യം പറയാൻ പോകുന്നത്. അതോടെ നമുക്ക് ഇന്ന് തീരുമാനിക്കാം എന്നെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളൂ. ഉള്ള കാര്യം ഞാൻ ഈ പറഞ്ഞ് ഞാൻ ഈ മുമ്പേ ഓർ ദൈവം നമ്പരാൻ ഈ സബ്ജക്റ്റ് അങ്ങ് എടുത്തും പോയി. എനിക്ക് ഈ കാര്യം പറയാതിരിക്കാൻ നോക്കുകയാണ്. ഇല്ലേ പിന്നെ ഞാൻ വേദവസ്തം വളച്ചൊടിക്കണം. അത് തല പോയാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുമില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വചനാനുസൃതമാണെങ്കിൽ, വേദവസ്തു ഉള്ളതാണെങ്കിൽ മാത്രമേ നിങ്ങൾ അംഗീകരിക്കാവൂ. അല്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലും കൽപ്പിക്കാതെ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്തേക്കണം. മനസ്സിലായല്ലോ? നമുക്ക് അങ്ങനെ പോയാൽ മതി. അല്ല, ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കരുത്. വാട്ട് ദ സ്ക്രിപ്ചർ സീസ് അബൌട്ട് ഇറ്റ്, ഇതിനെക്കുറിച്ച് തിരുവെഴുത്ത് എന്ത് പറയുന്നെന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഞാൻ മടങ്ങി വരുന്നു. നോക്കണേ, അബ്രഹാമിന് ആ ഒരു എൻകൗണ്ടർ ഉണ്ടായി. 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ദൈവിക ദർശനം, ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകണമെന്നോ, അവര് ദൈവശബ്ദം കേൾക്കണമെന്നോ, അവരാ ദൈവശബ്ദം അനുസരിച്ച് മുന്നോട്ട് നീങ്ങണമെന്നൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യാറുണ്ടോ? ഞാനത് പിന്നീട് പറഞ്ഞോളാം. മുന്നോട്ട് ഒരു സന്ദർഭത്തിൽ ആ ഭാഗം വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ചാടിക്കറിയാൻ ചോദിക്കുക. അബ്രഹാമിന് ആ ദൈവിക ദർശനം ഉണ്ടായതുപോലെ തേരകന് അത് ഉണ്ടായില്ല, പക്ഷെ തലമുറയ്ക്ക് അത് ഉണ്ടായി. സ്തോത്രം. എന്നതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവർ വ്യക്തിപരമായി തിരുവെഴുത്ത് വായിക്കുകയും കുടുംബ പ്രാർത്ഥനയ്ക്കല്ലാതെ
വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണോ? സ്തോത്രം. നിങ്ങൾ ചിലക്കൊക്കെ അറിയാം, ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും മംഗലാപുരത്ത് പഠിക്കുന്നുണ്ട്. ആഴ്ച അങ്ങോട്ട് പോകാൻ ചില സമാധാനത്തോടെ ഇരിക്കാൻ കാര്യം എന്നറിയാമോ? 2 പേരും എല്ലാ ശനിയാഴ്ച ഉപവാസം. മറ്റു ദിവസം ഒന്നും വിളിച്ചില്ലെങ്കിലും ശനിയാഴ്ച ഞങ്ങൾ വെച്ച് എല്ലാ ദിവസവും വിളിക്കും. പക്ഷെ ശനിയാഴ്ച നിർബന്ധവുമായിട്ട്. കാരണം അന്ന് അവർ 2 പേരും ഉപവാസം. ജനിമോളും പ്രൈസും അവർ 2 പേരും ശനിയാഴ്ചയോട് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ. ഞാൻ ഞങ്ങളുടെ പിള്ളേരെ പൊക്കി പറയാനായിട്ടല്ല, ഒരു ഉദാഹരണം എന്ന നിലയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ചോദിച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പ്രാർത്ഥിക്കുന്നവരാണെന്നും ഉപവസിക്കുന്നവരാണെന്നും ദൈവവചനം വായിക്കുന്നവരാണെന്നും പ്രാർത്ഥിക്കുന്നവരെന്നും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവർക്ക് ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടെന്നും നമ്മൾ ഉറപ്പാക്കണം. സ്തോത്രം. തേരഹന് കിട്ടാതെ പോയ എൻകൗണ്ടർ അബ്രഹാമിന് ദൈവമായിട്ട് ഉണ്ടായെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. പോട്ടെ, ഞാൻ അവിടെ ഒന്നും നിൽക്കുന്നില്ല. ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുക. ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് ദൈവത്തിന്റെ ലോകത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവുമായിരിക്കും. പറയാം. ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് ദൈവത്തിന്റെ ഒരു റെലം. ആ മണ്ഡലം എന്ന് കരുതി പറയരുത്. ഇപ്പൊ നമുക്ക് മുഴുവൻ മണ്ഡലം വ്യാപാരമായത് കാരണം ഞാൻ ഈ പറയുന്ന വാക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. നമ്മുടെ ഇടയിൽ സൂക്ഷിച്ചു പറയുന്ന വാക്കുകളിലാണ് ഈ വ്യാപാരം, 2 മണ്ഡലം, പുതിയ തലങ്ങൾ. ഇതൊക്കെ നല്ല വാക്കുകളാണ്. പക്ഷെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് ഞാൻ മടങ്ങി വരുന്നു. നോക്കണേ, ദൈവം അബ്രഹാമിനെ ദൈവത്തിന്റെ ലോകത്തേക്ക് വിളിക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? അതുവരെ ഉണ്ടായിരുന്ന ലോകത്തോട് നോ പറയണം. മനസ്സിലായില്ല? നീ സകലവും വിട്ട് പുറപ്പെട്ട്, കണ്ടോ, സകലവും വിടുമ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ ദൈവം വിളിക്കുന്ന ലോകത്തിലേക്ക് ഒരു എൻട്രൻസ് നമുക്കുണ്ടാകും. നമ്മൾ ഈ ഉൽപ്പത്തി 11 ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട്, പേര് വലുതാക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഈ വാക്യങ്ങളാണല്ലോ നമുക്കിഷ്ടം, നല്ല വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെയുള്ള വിഷയങ്ങൾ ഈ 11-ാം അധ്യായത്തിന്റെ റിവേഴ്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഞാനത് പറയാം. ഇപ്പൊ തന്നെ ഞാൻ ഈ പറഞ്ഞു വന്ന് ഒന്ന് സ്ഥിരീകരിച്ചിട്ടായിക്കോട്ടെ. അപ്പൊ പഴയ ലോകത്തോട് എന്നേക്കുമായൊരു സെപ്പറേഷൻ, വേർപാടുണ്ടായെങ്കിലേ ദൈവം വിളിക്കുന്ന ലോകത്തിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ടാകൂ. സ്തോത്രം. എനിക്ക് മനസ്സിലാകാത്ത ഏക സംഗതി ഞാൻ കൂടെ പറയട്ടെ. എന്തുകൊണ്ടോ നമ്മുടെ ഇടയിൽ അന്യം നിന്നു പോകുന്ന ഒരു വിഷയത്തിന്റെ പേരാണ് വേർപാട്, സെപ്പറേഷൻ. അതെന്തിനാന്ന ചോദ്യം. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മള് ആക്കെ അങ്ങനെയൊക്കെ അല്ലേ, അതൊന്നും സാരമില്ലെന്ന് അങ്ങനെ നോക്കണ്ട. അതിന് നമ്മൾ വില കൊടുക്കണ്ട. വന്നു ഒന്നും ഇപ്പം സാരമല്ല, ഒന്നിനും വിലയും കൊടുക്കണ്ട, അതൊന്നും വിഷയവുമല്ല, എങ്ങനെയാകാം എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ ഈ കാര്യം പെട്ടെന്ന് വിഷയം വിട്ടു പോവാൻ നിങ്ങൾക്ക് തോന്നുമെങ്കിലും വിഷയത്തിൽ നിന്നോണ്ട് ഞാൻ പറയാം. പ്രവാസത്തിൽ നിന്ന് ജനം മടങ്ങി വരുമ്പോൾ, പ്രത്യേകിച്ചും നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ ആദ്യം ചെയ്ത കാര്യം യെരൂശലേമിന്റെ തകർന്നും പിടിഞ്ഞു കിടന്ന മതിലിനെ പണിതു. സെരുബാബിന്റെ നേതൃത്വത്തിൽ വന്നവരാണല്ലോ ദേവാലയം പണിതത്. പക്ഷെ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വന്നവർ മതിലു പണിതു. അതെന്തിനാ മതിലു പണിതത്? മതിൽ ഇടിഞ്ഞും പൊളിഞ്ഞു കിടക്കരുത്, അതുകൊണ്ട് തന്നെ. അത് ഞാൻ ചോദിക്കുന്ന, മതിൽ ചില പൊളിഞ്ഞു കിടന്ന എന്നാ കുഴപ്പം? ഇതിന് കുഴപ്പം വല്ലതും ഉണ്ടോ? ഉണ്ടെന്നേ.
മതില് കൃത്യമായിട്ട് പണിതില്ലെങ്കിൽ പുറത്തുള്ളതിന് അകത്ത് കിടക്കാനും അകത്തുള്ളതിന് പുറത്തേക്ക് പോകാനും അത് ധാരാളം മതി. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മതില് പണിതിനറിയാമോ? പുറത്തുള്ള അനാവശ്യമായതൊന്നും അകത്ത് കയറരുത്, അകത്തുള്ളതൊന്നും പുറത്തേക്കും പോകാൻ പാടില്ല. അതിനാണ് ഈ മതില് പണി. സ്തോത്രം. ദൈവസഭയുടെ ആരംഭ കാലങ്ങളിൽ പിതാക്കന്മാർ ഏറ്റവും അധികം എംഫസൈസ് ചെയ്ത് പറഞ്ഞൊരു വിഷയമായിരുന്നു വേർപാട് പാലിക്കണം. ലോകത്തിന്റെ ഒരു ലോകമയത്വം നമ്മുടെ അകത്ത് കയറരുത് എന്ന് നമ്മുടെ വല്യപ്പച്ചമാർക്ക് ഭയങ്കര നിർബന്ധമായി. സ്തോത്രം. ലോകത്തിന്റെ യാതൊന്നും നമ്മുടെ അകത്ത് കയറരുത്, അകത്തുള്ള ലോകവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനും പാടില്ല എന്നെല്ലാ കാര്യത്തിലും നിഷ്കർഷ പാലിച്ച ഒരു കാലം നമ്മുടെ വേർപെട്ട ദൈവജനത്തിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. എല്ലാറ്റിനും വ്യത്യസ്തമായിരുന്നു. ലോകത്തിന്റെ ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഇടയിൽ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. സേവ് ദ ഡേറ്റ്. പുതിയൊരു പരിപാടിയാണ് സേവ് ദ ഡേറ്റ്. അതിന് തന്നെ കുറച്ച് പ്രോഗ്രാം, കുറച്ച് വീഡിയോയും ഫോട്ടോസും എല്ലാം. സ്വോത്രം. പോയിന്റ് കിട്ടാഞ്ഞിട്ടല്ല, ഞാൻ ഓങ്ങി വന്നൊന്ന് വിഴുങ്ങിയതാ. ഞാനായിട്ടൊരു വിഷയം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങ് വിഴുങ്ങുക. സ്വോത്രം. എന്തെല്ലാം പേക്കൂത്താന്നറിയാമോ സ്റ്റേജിൽ അരങ്ങ് തകർക്കുന്നത്? ഈ വിവാഹ ശുശ്രൂഷ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണോ, ദൈവദാസനാണോ, അതോ വീഡിയോക്കാരാണോ? നിങ്ങൾ പറ. ഈ വിവാഹ ശുശ്രൂഷ നിയന്ത്രിക്കുന്നത് ആരാ? ഓയ് ഇപ്പൊ തുടങ്ങരുതേ. പിന്നെ അത് കൊടുത്തോ, അത് മേടിച്ചോ, ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? വീഡിയോക്കാരൻ. സെൻട്രവാസ് ഉൾപ്പെടെ ജുബായിട്ടോണ്ട് നോക്കിയിരിക്കുക. നിങ്ങളെല്ലാം കാണിച്ചേച്ച് ലാസ്റ്റ് പറഞ്ഞാൽ മതി, ഞാൻ ആശീർവാദം പറഞ്ഞോളാം. സ്വോത്രം. ഞാൻ ചെയ്യുന്ന ഒരൊറ്റ വിവാഹ ശുശ്രൂഷയിലും ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം എന്നെ കാര്യം പറഞ്ഞേച്ചേ തുടങ്ങുള്ളൂ. രണ്ട് കാര്യം ഞാൻ പറയും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേക സഹോദരിമാര്, ഇത് ദൈവസന്നിധിയാണെന്നുള്ള ബോധത്തോടെ തലേ തുണിയൊക്കെ ഇട്ടിരിക്കണം ഞാൻ പറയും. ഇഷ്ടപ്പെടുകയല്ല, എന്നാൽ ഞാൻ പറയും. കാരണം 1.5 മണിക്കൂർ കണ്ണാടി മുമ്പിന്ന് മെനക്കെട്ട ചെല്ലേ മുടിയെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അത് ഇവിടുന്നും വലിച്ചിട്ട് ഇവിടുന്നും ഒക്കെ വലിച്ചിട്ട് അതിങ്ങനെ വളച്ചൊക്കെ ഇട്ടേച്ചിരിക്കുമ്പം ആത്മാവിൽ നൽകിയ ദൈവദാസ സ്റ്റേജിൽ നിന്നുകൊണ്ട് തലേക്കൂടെ തുണിയൊക്കെ ഇടണമെന്നൊന്നും പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയെന്നറിയാം. പക്ഷെ മുമ്പൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ ഒരു വാചകം പറയുമായിരുന്നു, സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണമേ, എവിടാ ഇരിക്കുന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നിപ്പോ കൃപയാൽ ആരും ഇത് പ്രാർത്ഥിക്കാറുമില്ല. എന്റെ ആവശ്യമില്ല, കാരണം ആ ഒരു ബോധം നമുക്കില്ലല്ലോ. സ്തോത്രം. നിങ്ങൾ പിണങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഈ മതില് പൊളിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം ഭയങ്കരമാണ്. ഞാനൊരു കാര്യം പറയാം. കുറെ പുറകോട്ട് ഞാൻ ഇറങ്ങുകയാണേ. ഈ ആദം ഹവ്വമാരെ ദൈവം അനുഗ്രഹിച്ച് അവര് ദൈവകൽപ്പനയൊക്കെ ലംഘിച്ചു, സംഗതിയൊക്കെ ശരിയാ. പക്ഷെ ദൈവം ഹവ്വയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഹവ്വയോട് പറയുമ്പോൾ, നീ വേദനയോടെ മക്കളെ പ്രസവിച്ച് ജീവരക്ഷ പ്രാപിക്കും. ശ്രദ്ധിക്കണേ, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നമ്മളിൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് കർത്താവ് പറഞ്ഞ ഡെലിവറി പെയിനെ ഉദ്ദേശിച്ചാണെന്ന്. പ്രസവേദനയുടെ കാര്യം അവിടെ പറയുന്നത് നമുക്കൊരു തോന്നലുണ്ടാകും. അങ്ങനെ ചിന്തിക്കുന്നതിനെ വ്യാഖ്യാനിക്കുന്നതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തിരുവഴുത്ത് അവിടെ ഉദ്ദേശിച്ചത് അതല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഇതെപ്പോഴാ ഇത് പറഞ്ഞത്? ദൈവകൽപ്പന ലംഘിച്ച്
ദൈവതേജസ് നഷ്ടപ്പെട്ട് തമ്പുരാൻ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് പറയുക, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ശരിയായ അർത്ഥം അതല്ല. ശരിയായ അർത്ഥം എന്തെന്നറിയാമോ? ഹവ്വമാർക്ക് ദൈവം പറയുകയാ, ഇനി നിങ്ങൾക്ക് ഒരു തലമുറയെ പ്രസവിച്ച് വളർത്തി പ്രാപ്തിയാക്കുക എന്നുള്ളത് ഒരു വേദനയായിരിക്കും. ലിസൺ മീ കെയർഫുള്ളി. ഇനി ഒരു തലമുറയെ പ്രസവിച്ച് വളർത്തി പ്രാപ്തിയാക്കുക എന്നുള്ളത് ഒരു വേദനയായിരിക്കും. ചിലർ ചിന്ത പാപം ചെയ്തതിനു ശേഷം പ്രസവത്തിന്റെ കാര്യം പറഞ്ഞത് അല്ലല്ല. ദൈവം അവരെ ശിക്ഷിച്ചവരെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ വർദ്ധിച്ച് പെരുകണം. കണ്ടോ? ഭൂമി മുഴുവൻ നിറയണം. യു ഹാവ് ടു മൾട്ടിപ്ലൈ ആൻഡ് യു ഹാവ് ടു ഫിൽ. വർദ്ധിച്ച് പെരുകി ഭൂമിയെ നിറയ്ക്കണം. അത് ദൈവം അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹമാണ്. പക്ഷെ ഇവിടെ പറയുന്നറിയാമോ, ഇനി തലമുറകളെ പ്രസവിച്ചു വളർത്തി പ്രാപ്തിയാക്കുക എന്നുള്ളത് ഒരു വേദനയായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ശ്രദ്ധിച്ചേ, ഞാൻ പറയാം, മനസ്സിലാകുന്ന രീതി പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഇവര് ആദവും ഹവ്വയും എല്ലാ ദിവസവും സന്ധ്യ, ദ കൂൾ ഓഫ് ദി ഡേ എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, സന്ധ്യയാകുമ്പോൾ വെയിലാറുന്ന സമയത്ത് തേജോമനായ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ ആദം ഹവ്വ അങ്ങോട്ട് ഓടിച്ചെന്ന് പിതാവാം ദൈവമായിട്ട് ഒരു എൻകൗണ്ടർ, ഒരു ഫെലോഷിപ്പ് ഒക്കെ ഉണ്ടാകുമായിരുന്നു. അല്ലേ? എല്ലാ ദിവസവും അങ്ങനെ ആയിരുന്നു. ഞാൻ പുസ്തകത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കരുതേ, വിഷയം മനസ്സിലാക്കാൻ ഞാൻ പറയാം. ആദമിന് ഹവ്വയ്ക്ക് ഒരു 5-6 പിള്ളേരുണ്ടാകുന്നിരിക്കട്ടെ, മനസ്സിലാക്കാൻ പറയണേ. അവിടെ കൈന്റെ ഹാബിലിനെ കാര്യം എനിക്ക് അറിയാൻ വയ്യാതെ അല്ല, വിഷയം മനസ്സിലാക്കാൻ ഞാൻ അവതരിപ്പിക്കുക. ഇവര് കോളേജിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയി. സന്ധ്യയ്ക്ക് ദൈവവും ആദവും ഹവ്വയും തമ്മിലുള്ള പതിവ് ഫെലോഷിപ്പ് നടക്കുമ്പോൾ വൈകുന്നേരം 4 മണിയായി, 5 മണിയായി, 6 മണിയായി. 6:30 പിള്ളേരെ കാണുന്നില്ല. പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. കാരണം പേടിക്കേണ്ട ഒരു അന്തരീക്ഷം ആ തോട്ടത്തിലില്ല. അതതിന്റെ കാരണം. എന്തിനാ പേടിക്കുന്നത്? ഇപ്പം നമ്മുടെ ബാബ സുരേഷ് പറയുന്ന പോലെ രാജവെമ്പാലെ കാണുമ്പോൾ അദ്ദേഹം എന്നൊക്കെയാ ബാബ സുരേഷ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ രാജവെമ്പാലയോ അല്ലെങ്കിൽ കൊമ്പനാനയോ സിംഹമോ കടുവയോ പുലിയോ ഒക്കെ ആദമിനെ ഹവ്വയെയും കാണുമ്പോഴും അവരുടെ മക്കളെയും കാണുമ്പോഴും സല്യൂട്ട് ചെയ്ത് വഴിമാറിപ്പോകുക. കാരണം ഇവർ പറയുന്ന അനുസരിച്ച് അവർ ജീവിക്കുന്നുള്ളൂ. ശരിയല്ലേ? തമ്മിലൊരു വൈരാഗ്യമോ വൈരുദ്ധ്യതയോ ഒന്നും അവിടെ ഇല്ല. അത്ര ശാന്തമായ അന്തരീക്ഷമല്ല തോട്ടത്തിലുള്ളത്. അതെ, അതുകൊണ്ട് തന്നെ പിള്ളേര് സന്ധ്യയായി 5:30-6 മണി 6:30 പിള്ളേരെ കോളേജിൽ പോയിട്ട് കണ്ടില്ലെങ്കിൽ, സ്കൂളിൽ പോയിട്ടും കണ്ടില്ലെങ്കിൽ ആദമിനും ഹവ്വയ്ക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതുവരെ ഇല്ലാതിരുന്ന ഒരു കക്ഷി ഇപ്പൊ രംഗപ്രവേശനം ചെയ്തു. മനസ്സിലായോ? ഇത് കാണാൻ നല്ല ഭംഗി. പിന്നെ നോക്കിയേ, how beautiful it is. എത്ര മനോഹര കാണാൻ. ശോധന ഭക്ഷിച്ചു നോക്കുന്നേ, അപ്പൊ ഇവിടെ അറിയാം. സാമ്പിൾ അഡ്രസ് ഇരിക്കട്ടെ. സ്വോത്രം. ദൈവ കൽപ്പന ലംഘിച്ചതോടുകൂടെ ആ നിമിഷം വരെ തോട്ടത്തിൽ ഭാവവ്യത്യാസം ഇല്ലാതിരുന്ന മറ്റൊരു വ്യക്തിയുടെ പ്രത്യക്ഷമായി. ആര്? പാമ്പ്. പിശാച് എന്ന, സാത്താൻ എന്ന പഴയ പാമ്പ്. ഇനിയിപ്പൊ 4 മണിയാകുമ്പോ കൊച്ചിനെ കണ്ടില്ലെങ്കിൽ വെപ്രാളവാ. എന്തിയേ? എന്താ പേടി? പാമ്പുണ്ട്. 5 മണിയായി, കാണുന്നില്ല. എന്തിയേ? എന്താ വെപ്രാളം? പാമ്പ് തോട്ടത്തിലുണ്ടെന്നേ. അവൻ ഏത് രൂപത്തിൽ, ഏതൊക്കെ വിധത്തിലാ കയറി വരും നമുക്കറിയത്തില്ല. കൊല്ലം മനസ്സിലാവുന്നുണ്ടോ? അതാ ദൈവം പറഞ്ഞത്, ഇനി
മക്കളെ പ്രസവിച്ച് വളർത്തി പ്രാപ്തിയാക്കുക എന്നുള്ളത് നിനക്ക് എന്നേക്കും ഒരു വേദനയായിരിക്കും, തലവേദനയായിരിക്കും, ഒരു ബേർഡൻ ആയിരിക്കും എന്നാണ് ദൈവം പറഞ്ഞതിന്റെ അർത്ഥം. കാരണം അതുവരെ ഇല്ലാതിരുന്ന ഒരുത്തിനോട് ഇപ്പൊ തോട്ടത്തിലുണ്ട്. സോ യു ഹാവ് ടു ബി സോ കെയർഫുൾ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ വേർപാടിന്റെ മതിലൊക്കെ ഇടിച്ചു കളഞ്ഞേച്ച് അതൊന്നും സാരമില്ല, അങ്ങനെ ആവുമ്പോ ഇങ്ങനെയൊക്കെയാ, ഇങ്ങനെ ആവുമ്പോ അങ്ങനെയൊക്കെയാ, സമൂഹമാകുമ്പോ അങ്ങനെയൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത പല ഇടപാടിനും പോയാൽ വരുന്ന കുഴപ്പം പുറത്തുള്ളതെല്ലാം അകത്തും കയറും, അകത്തുള്ള പലതും പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ദൈവസഭയ്ക്കകത്തും ലോകത്തിന്റെ എന്തെല്ലാം ഇടപാടുകളുണ്ട്. ഞാൻ എല്ലാം എണ്ണ വിട്ട് പറയുന്നില്ല. ഏതെല്ലാം കാര്യങ്ങൾ വേർപാടിന്റെ അളവുകോല് വെച്ച് മാറ്റി നിർത്തിയോ അതെല്ലാം നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞു. സ്തോത്രം. ശരിയല്ലേ? ആത്മീക കൂടിവറുകളും കൺവെൻഷൻ വേദികളും ഈ നമ്മുടെ കൺവെൻഷനിലൊക്കെ വി.ഡി. സതീശിനെ പോലെ ആളുകൾ വന്നിട്ട് പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത വി.ഡി. സതീശൻ രക്ഷിക്കപ്പെട്ടിട്ടാണ്. എനിക്ക് വി.ഡി. സതീശൻ എതിർപ്പില്ല, ഞമ്മളെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞതേ. വേർപെട്ട ദൈവമക്കളുടെ വേദിയിൽ വന്ന് അവര് ഹല്ലേലൂയ എന്നും പ്രൈസ് ലോർഡ് എന്നും പറയുമ്പോൾ ഇവിടെ ഹല്ലേലൂയ ഗ്ലോറി എന്നൊക്കെ ഇവിടെ ഏലായിടാൻ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, മാറ്റം വന്നത് നേതാവിനല്ല, മാറ്റം നമുക്കാണ് ഉണ്ടായത്. അവൻ ഗുണപ്പെട്ടിട്ടല്ല ഇത് പറഞ്ഞാണോ? അല്ല. പിന്നെ അവൻ കാണിക്കുന്ന വഴിയോടെ പോകാൻ ജനം റെഡിയായി. ഇപ്പം അവൻ ഉപയോഗിച്ച മാർഗം എന്തെന്നറിയാമോ? ശ്രദ്ധിച്ചേ. അവൻ പിശാചി ഉപയോഗിച്ച മാർഗം എന്നറിയാമോ? നമ്മൾ ഉപയോഗിച്ച് തഴപ്പിച്ച അതേ ശൈലി തന്നെ പിശാചി ഉപയോഗിച്ചു. അവനൊരു പ്രൈസിനോട് പറഞ്ഞു, കേട്ട മാത്രം നമ്മളെല്ലാം ആവേശത്തോടെ പ്രൈസിനോട് പറഞ്ഞു. ഇവിടെയൊക്കെയാണ് നിങ്ങളുടെ ടെക്നിക്ക് പിടികിട്ടേണ്ടത്. മനസ്സിലാകുന്നോ? വിഷയം മാറിപ്പോന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും പറയട്ടെ, ഇതൊന്ന് ഉറപ്പിക്കാൻ ഞാൻ പറയാം. നമുക്ക് ഈ 12-ാം അധ്യായം വിശദമായിട്ട് പഠിച്ചേ പറ്റൂ. അവിടെ ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിനെ പിശാചി പരീക്ഷിക്കുക. 40 ദിവസവും പരീക്ഷിക്കട്ടോ, അല്ല 3 പരീക്ഷ ദൈവം ഇത് പറയരുത്. നിങ്ങൾ 4-ാം അധ്യായം വായിച്ചു നോക്കണം. 40 ദിവസം പരീക്ഷയായിരുന്നു. അതിലൊരു 3 കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മളാണെങ്കിൽ 3 ദിവസത്തെ പരീക്ഷ 40 പറഞ്ഞു. കർത്താവ് 40 ദിവസം പരീക്ഷ ഉണ്ടായിട്ടും അതിൽ 3 കാര്യം പറഞ്ഞുള്ളൂ. നമ്മളിതൊന്നും ഇല്ലാതിരുന്നിട്ട് നമ്മൾ സാക്ഷ്യം പറഞ്ഞു, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമ, ഈ 2 സാധനം കണ്ടിട്ട് പോലും ഇല്ല. എന്നാലും നമ്മൾ പറയും മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായിരുന്ന ജീവിതത്തിൽ നിന്നൊക്കെ നമ്മളെ വീണ്ടെടുക്കുന്നൊക്കെ നമ്മളെപ്പോലെ എക്സാഗറേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന മിടുക്കൊരു വേറെ ഇല്ലല്ലോ. ശരിയല്ലേ? കർത്താവിനെ 3 പരീക്ഷിച്ചതിൽ 3 കാര്യം പറഞ്ഞു. പക്ഷെ അവിടെ ഒരു കാര്യം പറയാനായിട്ട്, 1-ാമത്തെ പരീക്ഷ നമുക്കറിയാം. വിശക്കുന്നുണ്ടോ? കല്ലോട് അപ്പമാകാൻ പറയാൻ പറഞ്ഞു. കർത്താവിന്റെ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. 2-ാമത്തെ എന്തായിരുന്നു? ലോകം മുഴുവൻ കാണിച്ചു. വീണ്ടും നമസ്കരിച്ചാൽ മുഴുവൻ തന്നേക്കാം. ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കുന്നു. 3-ാമത്തെ പരീക്ഷ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണേ. 2 പരീക്ഷയിലും കർത്താവ് വചനം ഉപയോഗിച്ചപ്പോൾ 3-ാമത്തെ പരീക്ഷയ്ക്ക് പിശാച് ഉപയോഗിച്ചതും വചനം. ലിസൺ മീ. 2 പരീക്ഷയ്ക്ക് മറുപടിയായിട്ട് കർത്താവ് കൊടുത്തത് 2 വാക്യങ്ങളായതുകൊണ്ട് 3-ാമത്തെ പരീക്ഷയ്ക്ക് പിശാച് ഉപയോഗിച്ചതും വചനം. താഴോട്ട് ചാടിക്കോ, നിന്റെ കാല് തട്ടിപ്പോകാതെ ദൂതന്മാർ നോക്കിക്കോളൂ. ഞാൻ ചോദിച്ച വചനമല്ലേ പറഞ്ഞുള്ളൂ? ദൈവവചനമല്ലേ? അല്ലേ? വാട്ട്സ് റോങ് വിത്ത് ഇറ്റ്? എന്തായാലും കുഴപ്പം പറയാം. God's words in devil's voice.
നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. God's words in devil's voice. ദൈവവചനമാ. വോയിസ് ആരുടെയാ? സ്തോത്രം. വിവേർ ഇന്നത്തെ കാലഘട്ടത്തെ ചൂണ്ടിക്കൊണ്ട് ഞാൻ ഈ പറയുന്നത്. കാണുന്ന പല വേദിയിലും പല സദസ്സിലും വേർഡ്സ്, absolutely God's words, but in devil's voice. ഇവിടെയാണ് ഡിസേണിങ് ആവശ്യം. വിവേചനം. സ്തോത്രം. മനസ്സിലാകുന്നോ ഞാൻ പറഞ്ഞത്? വചനമായതുകൊണ്ട് ഏലായിട്ട് പോകാമെന്നല്ല. പൗലോസൊക്കെ പോയപ്പോ ഒരു പ്രവാചകി, മനസ്സിലാക്കാൻ ഞാൻ അങ്ങനെ പറയും, അയ്യോ ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, നിത്യസുവിശേഷം രക്ഷയുടെ സന്തോഷം നമ്മളോട് അറിയിക്കുന്നവർ. പൗലൂസിന് അത് കേട്ടപ്പോൾ മുഷിഞ്ഞെന്ന, അസ്വസ്ഥമായി, തിരിഞ്ഞ് ശാസിച്ചു. വെളിച്ചപ്പാടത്തിയ ലക്ഷണം പറഞ്ഞ സ്ത്രീയാ പൗലൂസ് ശീലാസും ഒക്കെ പോകുന്നത് കണ്ടപ്പോൾ പറഞ്ഞത്, യോ ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാ, രക്ഷാമാർഗം നമ്മൾ അറിയിക്കുന്നവർ. ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് തന്നെ തെറ്റ്? ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരല്ലേ? അതെ. രക്ഷാമാർഗം അറിയിക്കുന്നവരല്ലേ? അതെ. പിന്നെന്തിനാ തിരിഞ്ഞ് അവരെ ശാസിച്ചത്? നമ്മളെ കുറിച്ച് അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞേക്കാമെങ്കിൽ നമ്മളങ്ങ് ഒരു 10 അടി പോങ്ങും. ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു കേട്ടിട്ട് പൗലൂസിന് സന്തോഷം വന്നെന്നല്ല, മുഷിഞ്ഞു. പറഞ്ഞ കാര്യം കറക്റ്റ് ആണെങ്കിലും പറഞ്ഞ വ്യക്തി എങ്ങനെയുള്ളതാണെന്നുള്ള വിവേചനം വന്നപ്പോഴേ ശാസിച്ചത്. അത് ആത്മാവിലല്ല, ദുരാത്മാവിൽ. വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്നവളുടെ പുകഴ്ച വേണ്ടെന്ന് മനസ്സിലായി. നമ്മെ സംബന്ധിച്ചിപ്പോ ആരെന്തോ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ കുറിച്ചാണോ ഒക്കിപ്പറയുന്നവരാണോ, പറയട്ടെ, നേരില്ല, സന്തോഷം കൊണ്ടല്ലേ, അവരും ഇരിക്കട്ടെ. ഞാൻ മടങ്ങി വരുന്നു. ദൈവസഭയ്ക്കകത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സെപ്പറേഷൻ, വേർപാട് അത്യാവശ്യമാണ്. വായ്? എന്തുകൊണ്ട്? ദൈവത്തിന്റെ ലോകത്തിലേക്ക് നമ്മെ, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മെ വലിച്ചടിപ്പിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ലോകത്തിന്റെ ഒരു അറ്റാച്ച്മെന്റും ഇവിടെ നമുക്ക് പാടില്ല. സ്തോത്രം. അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നീ അതെല്ലാം വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ഞാന് കുറെ കാര്യങ്ങൾ നോട്ട് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം കൂടെ പറയാന്നുള്ളത് ഇപ്പൊ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഞാൻ ഓങ്ങി വെച്ചതല്ലെന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ 11-ാം അധ്യായത്തിന്റെ റിവേഴ്സ് ആയിട്ടാണ് ദൈവം ചെയ്യുന്നത്. കണ്ടോ? 12-ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ വിട്ടു പുറപ്പെടണം. 11-ാം അധ്യായത്തിൽ എല്ലാവരും കൂടി പറഞ്ഞു, നമ്മൾ ചിതറിപ്പോകാതിരിക്കേണ്ടതിന് വലിയ ഗോപുരം പണിയണം. അവര് സെറ്റിൽമെന്റിനെ കുറിച്ചാ പറയുന്നത്. ഇനി ഇതുപോലൊരു നാശം വന്നാൽ നമുക്ക് അബദ്ധമൊന്നും പറ്റരുത്. അവിടെ സ്വർഗത്തോളം എന്തൊരു ടവർ പണിതിട്ട് നാം ചിതറിപ്പോകാതിരിക്കേണ്ടതിന്, കണ്ടോ, എല്ലാരും ഒരുമിച്ചിരിക്കേണ്ടതിന്. തമ്പുരാൻ പറഞ്ഞത് ലോകം മുഴുവൻ നീ ചിതറണം, വർദ്ധിക്കണം, പെരുകണം എന്നാണ്. അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ഇപ്പൊ എല്ലാവരും ഒരുമിച്ചിരിക്കാൻ തീരുമാനിച്ചത്. കണ്ടോ? എനിക്ക് അബ്രഹാമിനെ കുറിച്ച് ആ കാര്യം ചിന്തിക്കുമ്പോൾ ഭയങ്കര സ്പീഡിലാ പോകുന്നത്, ക്ലോക്കും വാച്ചും. എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് ഇത് പറയുമ്പോൾ എന്നേലും എനിക്കിത് എവിടുന്നേലും കിട്ടുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാനെങ്കിൽ പറയാം. ഈ അബ്രഹാം ടൗൺ ഹൗസ് വിട്ടിട്ട് ടെന്റിലേക്ക് താമസം മാറ്റിയവന്.
മനസ്സിലായില്ല. കൽദറുടെ പട്ടണമായ ഊരിലെ അബ്രഹാമിന്റെ വീടിനെ കുറിച്ച് സ്റ്റഡി നടത്തണം. സ്തോത്രം. അന്നേ കാലത്ത് അബ്രഹാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്, 4000 വർഷം പുറകോട്ട് പിടിച്ചാൽ മതി, ബാക്കി വിട്ട്. അന്ന് അബ്രഹാമിന്റെ വീട് ആ ദേശത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള വീടായിരുന്നു അബ്രഹാമിന്റെ വീട്. പണത്തിന് ഒരു കുറവില്ലായിരുന്നു. കാരണം അപ്പന്റെ ബിസിനസ് ചില്ലറയാണോ? അപ്പന്റെ ബിസിനസ് എന്തായിരുന്നു? ദൈവത്തെ ഉണ്ടാക്കി വിൽക്കുകയല്ലേ. ദൈവത്തെ വിറ്റ് കാശാക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യ. ഇന്നും അങ്ങനെയുള്ളവരുടെ കയ്യിലെ കാശുള്ളൂ, അത് വേറെ കാര്യം. സ്തോത്രം. ഞാനീ പറഞ്ഞ തിയറി കൊണ്ടൊന്നും 5 പൈസ പോക്കറ്റ് വീഴിയല്ല, എനിക്ക് നന്നാക്കാം. ഇനി 5 പൈസ തരാൻ ഉദ്ദേശിക്കുന്നവരും കൂടെ വേണ്ടാന്ന് വെക്കുകയുള്ളൂ, എന്റെ സ്വഭാവം അനുസരിച്ച്. എനിക്കതും അറിയാം. പിന്നെ പലരും പറയും മുടങ്ങാതെ തന്നേക്കാന്നൊക്കെ, നമ്മളങ്ങ് പ്രതീക്ഷിച്ചിരിക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ദൂത് എവിടെയൊക്കെ ചെന്ന് കൊള്ളട്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അബ്രഹാം താമസിച്ച അന്നത്തെ വീടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പൈപ്പ് കണക്ഷൻ പോലെ അന്ന് ആ കണക്ഷൻ കൊടുത്ത് എപ്പോൾ ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം, തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം, അതന്ന് അബ്രഹാമിന്റെ വീട്ടിനകത്തുണ്ടായിരുന്നു. ഇന്നല്ല, അന്ന്. ഇന്ന് നമ്മൾ ഹീറ്റർ വെച്ചിട്ട് വെള്ളം ചൂടാക്കാൻ കേൾക്കുമ്പോൾ വോൾട്ടേജ് ഇല്ലാത്ത കാരണം ഇന്നും നമുക്ക് വെള്ളം ചൂടാകുന്നില്ല. അൺമ്യൂട്ട് ചെയ്യണേ, അൺമ്യൂട്ട് ചെയ്യണം. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. കണ്ടോ, ഞാൻ കറണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അതെല്ലാം അന്നേരം ബ്ലോക്ക് ചെയ്ത്. കണ്ടോ? ഫ്രീസുള്ളൂ. ഇത് സമ്മതിക്കുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞു ഒരു ദിവസം പവർ ഇല്ലെങ്കിൽ നമ്മളിവിടെ മുഴുവൻ കാര്യം കുഴയും. ശരിയല്ലേ? അല്ലേ? എന്നാ ചെയ്യോ, തുണി തേച്ചിട്ടില്ല, മോട്ടർ അടിച്ചിട്ടില്ല, അല്ലേ? അരിയാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചോട് അരച്ചിട്ട് വേണ്ടായിരുന്നിട്ട് നാളെ ദോശയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ. ഞാൻ അരയ്ക്കാനും മറന്നുപോയി. എന്ത് ചെയ്യും? കറണ്ട് ഇല്ലെങ്കിൽ എല്ലാ കാര്യം കുഴയും. ഇന്ന് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് നമ്മൾ കുഴയുന്നു. ഈ പറഞ്ഞൊക്കെ സിസ്റ്റം അന്ന് വീട്ടിലുണ്ടായിരുന്ന ആളാണെന്ന് അബ്രഹാം. നിങ്ങളെ മെനക്കെടുകയല്ലേ, എന്നാലും ബാബിലോൺ തൽമുദൊക്കെ ഒന്നാണ് അറിയാനെ പഠിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കണം. അല്ലെങ്കിൽ അബ്രഹാമിന്റെ ഹിസ്റ്ററി ഏതെങ്കിലും വിധത്തിൽ പഠിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. ഒരു റിസർച്ച് മാറ്റി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, അത് നല്ലതാ. പോട്ടെ, ഞാൻ മടങ്ങി വരുന്നു. അത്രയും ടോപ്പ് ലെവലിൽ എന്ന് പറഞ്ഞാൽ ഒരു രാജകൊട്ടാരം പോലത്തെ വീടായിരുന്നു അബ്രഹാമിനുണ്ടായിരുന്നത്. കൊട്ടാരം പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ആ കൊട്ടാരം പോലുള്ള വീട് വിട്ടേച്ച് ടെന്റിനകത്തോട്ട് താമസം മാറ്റുന്ന അബ്രഹാം വെളിപ്പാട് കിട്ടിയെന്നും പറഞ്ഞു. എന്റെ പ്രസംഗം ഒട്ടും റെലവെന്റ് ആവും എനിക്കറിയത്തില്ല, എന്നാലും ഞാനങ്ങ് പറയാം. ആ കൊട്ടാരം വിട്ടേച്ച്
ടെന്റിനകത്തോട്ട് താമസം മാറ്റിയ കക്ഷിയുടെ പേരാണ് അബ്രഹാം. പിന്നെ എനിക്കൊരു സന്തോഷം ഞാൻ പറയാം. അന്ന് ആ കൊട്ടാരത്തിനകത്ത് വെച്ച് അനുഭവിക്കാൻ പറ്റാത്ത ദൈവസാന്നിധ്യം ടെന്റിനകത്ത് അബ്രഹാമിന് ഉണ്ടായിരുന്നു. സ്തോത്രം. ആ കൊട്ടാരം പോലുള്ള വീട്ടിലില്ലാതിരുന്ന ഒന്ന് ഈ ടെന്റിനകത്തുണ്ടായിരുന്നു. അതിന്റെ പേരാണ് യാഗപീഠം. മനസ്സിലാകുന്നുണ്ടോ? ആ, കൊട്ടാരം പോലുള്ള സൗധങ്ങളെക്കാൾ യാഗപീഠമുള്ള ടെന്റാണ് നല്ലതെന്ന് അബ്രഹാമിന് പിടികിട്ടി. സ്തോത്രം. അല്ല, അബ്രഹാം ഭ്രാന്തനായിട്ടൊന്നും പോകുന്നതല്ല. മനസ്സിലാകുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പം ദേശം കൊടുക്കാവെന്ന് പറഞ്ഞില്ല, ദേശം കാണിക്കാവുന്നേ പറഞ്ഞു. ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് പോകോളാൻ പറഞ്ഞു. അല്ലേ? 12:7 വരുമ്പോൾ ദൈവിക ദർശനം കാണുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ ദേശം കൊടുക്കാന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ കൊടുക്കുന്ന ദേശത്തിന്റെ മാപ്പ് കൃത്യമായിട്ട് പറഞ്ഞ 15-ാം അധ്യായത്തിലാണ്. നിങ്ങൾ ആ 15-ാം അധ്യായം എടുത്തോ? ഉൽപ്പത്തി 15-ാം അധ്യായം ഒന്ന് എടുക്കണേ. 18 മുതൽ 21 വരെയുള്ള വാക്യം. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കദ്മോനിയർ, ഹിത്യർ, പെരിസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗർഷ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ആണല്ലോ. ആ മാപ്പ് ഇപ്പോഴാ പറയുന്നത്. എവിടം മുതൽ എവിടം വരെയാ? എവിടം മുതൽ എവിടം വരെയാ പറഞ്ഞേ? ആ വാക്യം വായിച്ചൊന്ന് ശ്രദ്ധിച്ചേ. ആന്റി മ്യൂട്ട് ആണല്ലോ. ആന്റി അൺമ്യൂട്ട് ചെയ്തിട്ട്. ഒന്നുകൂടെ വായിക്കാം. ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കദ്മോന്യർ, ഹിത്യർ, ഫെരിസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതിന്റെ 18-ാം വാക്യത്തിൽ അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ദേശം. കണ്ടോ? മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദി മഹാനദി വരെ ഞാൻ കൊടുക്കും. എന്തുമാത്രം ദേശമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. പിണങ്ങിയാലും ഞാനൊരു കാര്യം പറയാം. അബ്രഹാമിന്റെ ജീവകാലത്ത് എപ്പോഴെങ്കിലും ഈ വാഗ്ദത്തം നിവൃത്തിയായോ? ഞാനിതാ പറഞ്ഞു ഇന്നുകൊണ്ട് നിങ്ങൾ പരിപാടി നിർത്തുമെന്ന് പറയാൻ കാരണം, അബ്രഹാമിന്റെ ആയുസ്സിൽ ഈ പറഞ്ഞ ഒരു കാര്യവും നടന്നില്ല. ഇന്ന് നിങ്ങൾ എന്നോട് ശരിക്കും അലമുണ്ടാക്കുന്നറിയും. എന്നാലും ഞാൻ പറയും, അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടത്തിലത്തെ മണത്തരികളെ പോലെയും മക്കളെ തരുമെന്ന് പറഞ്ഞു. അബ്രഹാം മരിക്കുമ്പം അബ്രഹാം എത്ര പിള്ളേരുണ്ടെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഒരു 25 പിള്ളേരുണ്ടായിരുന്നില്ലോ നിങ്ങൾ എന്നോട് പറയണം. അതിന് അബ്രഹാമിന്റെ ജീവിത വിശുദ്ധി വല്ല കുഴപ്പമുണ്ടായിരുന്നോ? വാഗ്ദത്തമുണ്ടെങ്കിൽ വാഗ്ദത്തം കാണാതെ നീ ഇവിടുന്ന് പോകത്തില്ല. വാഗ്ദത്തം കണ്ടിരിക്കും. എന്നൊരാൾ പറഞ്ഞു, എന്റെ അപ്പച്ചൻ ഇരിക്കുന്ന കസേരനെ ഇരുത്താമെന്ന് എന്നോട് വാഗ്ദത്തം ഉണ്ടെന്ന്. നീ ആ കസേരയും പിടിച്ചോണ്ടിരുന്നു. നമുക്ക് ലഭിക്കുന്ന വാഗ്ദത്തം അപ്പച്ചന്റെ കസേരയും
വല്യമ്പിച്ചിയുടെ കൊരണ്ടിയൊക്കെയാ. സ്തോത്രം. എന്താ അബ്രഹാം ഈ പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടത് പ്രാപിച്ചെടുക്കാൻ, പിടിച്ചെടുക്കാൻ? നീ എന്നോട് പറഞ്ഞതല്ലേ, മിസ്രൈം നദി മുതൽ മഹാനദിയായി ഫ്രാത്ത് നദിയുള്ള സ്ഥലം തരാം, നിന്നോട് പറഞ്ഞതല്ലേ? നിന്റെ വാക്ക് കേട്ടല്ലേ ഞാൻ ഇറങ്ങി വന്നത്. നീ എനിക്ക് തന്നേ പറ്റൂ, എനിക്കും എന്റെ തലമുറയ്ക്കും തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് എന്താ അബ്രഹാം തലകുത്തി മറിയാഞ്ഞത്? അബ്രഹാം ഇതും വേണ്ടായിരുന്നോ? പിന്നെ എന്താ വിഷയം എന്നറിയാവോ? ഇബ്രാഹിം ലേഖനം 11:8 വായിച്ചേ. Hebrews chapter 11 verse 8. ഞാനിപ്പോ അവസാനിപ്പിക്കാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറ് അനുസരിച്ചു എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തിന് കൂട്ടവകാശികളായി ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളവയുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ താങ്ക് യു. എന്താ അബ്രഹാം ഈ വാഗ്ദത്തത്തിന്റെ പുറകെ പോകാനെന്നറിയാമോ? വിശ്വാസത്താൽ ദൈവത്തെ അനുഗ്രഹിച്ച് ഇറങ്ങി വന്നപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ഈ ദേശം തരാം, നിനക്ക് നിന്റെ സന്തതിക്കും തരാമെന്നല്ല, ശാശ്വത അവകാശമായി തരാം. സ്തോത്രം. തരാമെന്നല്ല, ശാശ്വത അവകാശമായി തരാം എന്നാ പറഞ്ഞത്. അബ്രഹാം അത് വിശ്വസിക്കുകയും ചെയ്ത് ഏറ്റെടുക്കുകയും ചെയ്തു. ദൈവം തന്നെ ആ ദേശത്ത് കൊണ്ടുവന്ന് അവിടെ കൂടാരത്തിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞ വാചകം വിട്ടുപോകരുത്, കൊട്ടാരത്തിൽ ഇല്ലാത്തിരുന്ന ഒന്ന് ഈ കൂടാരത്തിനകത്തുണ്ടായിരുന്നു. അത് യാഗപീഠമാ. ദൈവമായിട്ടുള്ള നിരന്തര ബന്ധത്തിൽ ഓരോ ദിവസം അബ്രഹാം ഒരു കാഴ്ച കണ്ടു. അത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം. അത് കണ്ട ഉടനെ ഇസ്ഹാക്കിനെ വിളിച്ച്, യാക്കോവിനെ വിളിച്ച്, കൊച്ചുമക്കളെ വിളിച്ച് പറഞ്ഞു, മക്കളെ, നമ്മളിപ്പോൾ ഈ കൂടാരം അടിച്ച് താമസിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ശാശ്വത അവകാശമായി തന്നതാണ്. ഇത് നമുക്കുള്ളതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ദൈവം തന്നതാണെന്ന് പറഞ്ഞ് ഇതേ കെട്ടിപ്പിടിച്ചിരിക്കരുത്. നമുക്ക് വിഷയം ഇതല്ല. അതെന്താ കാര്യം? അബ്രഹാം മക്കളോടും കൊച്ചുമക്കളോടും പറയാം, മക്കളെ, നിങ്ങൾക്ക് അബദ്ധം പറ്റരുത്. ഈ തന്നത്, ഈ ലോകത്തിൽ കിട്ടിയത്, ഈ ദേശം, ഈ വസ്തു, ഈ കാണുന്നതെല്ലാം നമുക്ക് ഉള്ളത് തന്നെയാണ്, ദൈവം തന്നതാണ്, ശാശ്വത അവകാശമായി തന്നതാണ് എന്നും പറഞ്ഞ് നിങ്ങളുടെ നോട്ടം ദൈവം ശാശ്വത അവകാശമായി തന്നിരിക്കുന്ന ഈ മണ്ണിലാകരുത്. മക്കളെ, ദൈവം തന്നത് ഇത് ഒന്നുമില്ല, ഇത് വേസ്റ്റ് ആണ്. ഇതല്ല വലുത്, ഇതല്ല വിലപിടിപ്പുള്ളത്, ഇതല്ല മൂല്യമുള്ളത്, ഇതല്ല വിലയേറിയത്. ഇതിലും വലുതായതൊന്നും ഞാൻ ഇതിനേക്കാൾ വലുത് കണ്ടു. അത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരമാണ്. അതുകൊണ്ട് അബ്രഹാം മക്കളോട് പറഞ്ഞു, മക്കളെ, ഇത് വേറെ ആരും തന്നതല്ല, ദൈവം തന്നെ തന്നതാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം തന്നതാണെങ്കിലും നിത്യതയ്ക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്കത് വേണ്ട. സ്തോത്രം. മക്കളോട് പറയാ, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതും നഗരത്തിനുണ്ട് കാത്തിരിക്കണം. ആ തിരിച്ചറിവുണ്ടായത് കൊണ്ട് ദൈവം കൊടുത്ത സ്ഥലത്തും ഇത് അബ്രഹാമിൻ്റെതാണെന്നും പറഞ്ഞല്ല അബ്രഹാം ജീവിച്ചത്. ആണോ? കണ്ടോ? ഞാനിവിടെ വന്നപ്പോൾ ഒന്നുമില്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാന്ന് അബ്രഹാം എപ്പോഴേലും പറഞ്ഞു? ഇല്ലെന്നേ. നമ്മുടെ പാർത്തത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം സ്വന്തമായിട്ട് കൊടുത്ത സ്ഥലമായിരുന്നിട്ട് കൂടെ സ്വന്തം ഭാര്യ മരിച്ചപ്പോൾ അടക്കാൻ 6 അടി മണ്ണ് അബ്രഹാം ഇല്ലായിരുന്നു. നമ്മളാണെ പറഞ്ഞ പുള്ളി ആജ്ഞനാന്ന് പറഞ്ഞ് നടക്കുക.
1 സെന്റ് ഭൂമി ഉണ്ടാക്കാത്ത ഇവൻ എന്തോ ആത്മീയനാന്ന് പറഞ്ഞു. കണ്ടില്ല, ഭാര്യ മറ്റ് പടക്കാൻ പോലും സ്ഥലമില്ല. സംഭവം അറിയാവോ? ഭാര്യ സാറായി മരിച്ചപ്പോൾ അബ്രഹാം സാറായെ കുറിച്ച് കരഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് ഹിത്യരോട് എന്ന് പറഞ്ഞു, സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാകുന്നു. അബ്രഹാം പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാകുന്നു. എന്റെ പ്രിയപ്പെട്ടവൾ മരിച്ചുപോയി, അവളെ അടക്കാൻ ഒരാരുടെയും മണ്ണ് എനിക്ക് തരണം. ഹിത്യരിൽ ഇത് കേട്ടപ്പോ ഞെട്ടിപ്പോയി. അവരിതേറ്റ് പറയാ, യജമാനനെ വിളി കേട്ടോ, യജമാനനെ അങ്ങനെ പറയരുതേ, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. പ്രൈസ് ദ ലോർഡ്. അബ്രഹാം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാകുന്നു. ഹിത്യര് പറയുക, അങ്ങനെ പറയരുതേ, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. ഇങ്ങനെ ഒരു ദൈവത ജീവിക്കേണ്ടത്. അന്യദേശത്തു പരദേശിയായി മന്നിതിൽ കൂടാരവാസികളായി ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നഗരത്തിനായി കാത്തുവസിക്കുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? കണ്ടോ? അന്യദേശത്തു പരദേശിയായി മന്നിതിൽ കൂടാരവാസികളായി ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നഗരത്തിനായി കാത്തുവസിക്കുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? 3 യാമങ്ങളും വൻതിരയിൽ മുങ്ങുമാറായി വലയുകിലും മുറ്റും കടൽ മീതെ 4-ാം യാമത്തിങ്കൽ ഉറ്റ സഖിയവൻ വന്നിടും തീർച്ചയായി. ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ആരും സ്വോത്രം പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുമായിരിക്കും. 10 മണിയായി നിർത്തുന്നില്ല എന്നാ മുഖത്തെ ഭാവം. ഞാൻ നിർത്താം. കാരണം നിങ്ങൾ മിസ്രൈം നദി മുതൽ മഹാനദി വരെ പ്രാപിക്കാനിരിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റേച്ച് ഇതൊന്നുമല്ല, അതിനൊക്കെ വലുതുണ്ടെന്നൊക്കെ പറഞ്ഞ് എറുക്കിയായിരുന്നു എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നൊന്നുമില്ല. സ്വോത്രം. പിന്നെ അബ്രഹാം ചെയ്തതുപോലെ മക്കളോടും കൊച്ചുമക്കളോടും പറഞ്ഞു കൊടുത്താൽ നല്ലത്. തീർത്തു പറഞ്ഞു. അബ്രഹാം പറയുക, എന്റെ ഭാര്യ അടക്കാൻ ഒരാരുടെ മണ്ണ് തറന്നു പറഞ്ഞപ്പം ഹിത്യര് പറഞ്ഞു, അതൊക്കെ ആ വാക്കൊക്കെ വായിക്കുമ്പോൾ അകത്തുണ്ടാകുന്ന ഒരു പുളകോന്നൊന്നും പറഞ്ഞാൽ പോരാ. സ്തോത്രം. അവര് പറയാ, യജമാനെ അങ്ങനെ പറയരുതേ, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. നമ്മളെ കുറിച്ച് അയൽവക്കക്കാർക്കും ചുറ്റുപാടുള്ളവർക്ക് എന്താ പറയാനുള്ളത്? തുള്ളാൻ പറട്ടെ, ഇത് കേട്ടിട്ട് പറ. നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള സാക്ഷ്യം എന്താന്നാ ചോദിച്ചത്. ഞാൻ പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടല്ലോ. എല്ലാവർക്കും സുവിശേഷം അറിയിക്കാനും പരസ്യവും നടത്താനൊക്കെ ഭയങ്കര ആവേശമാണ്. താമസിക്കുന്ന സ്വന്തം വീടിന്റെ മുമ്പിൽ ഇത് പരസ്യവും നടത്താൻ തന്റെ ഇടം ഉണ്ടോ? ബീഹാറിൽ പോയി നടത്തുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. സ്വോത്രം. കുമളി വണ്ടമേട്ടിലും പോകണ്ട, അവനവന്റെ സ്വന്തം വീടിന്റെ മുമ്പിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള തന്റെ ഇടം നമുക്കുണ്ടോന്നാ ചോദിച്ചേ. സ്വോത്രം. അവിടെ മിണ്ടിയ നീ വിവരം അറിയും. കാരണം ഇന്നലത്തെ ശബ്ദം കേട്ടതിന്റെ ഇന്നലത്തെ ബഹളത്തിനെ കേട്ടാച്ച അവര് നിൽക്കുന്നത്. അവിടെ നീ കൃപയും ജ്വലിപ്പിച്ചുകൊണ്ട് ചെന്നാ വിവരം അറിയും. പിന്നെ ആത്മഭാരം കയറി 3 ജില്ലയ്ക്ക് അപ്പുറത്ത് പോയ നമ്മൾ ഈ സാക്ഷ്യം പറയുന്നത്. പൊക്കു സാക്ഷ്യം പറഞ്ഞു, വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. അബ്രഹാമിനെ കുറിച്ച് ഹിത്യര് പറഞ്ഞ വാചകമൊക്കെ ശ്രദ്ധിക്കണം. വിളിച്ച് വിളി, യജമാനനെ നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. അത് ബംഗ്ലാവ് പണിതത് കൊണ്ടല്ല, അബ്രഹാം കൂടാരത്തിലാ പാർത്തു. മതിയെന്നേ.
പക്ഷെ അതിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെന്നും യാഗം നടക്കുന്നുണ്ടെന്നും ദൈവമായിട്ട് എൻകൗണ്ടർ ഉള്ളവൻ ആ കൂടാരത്തിൽ പാർക്കുന്നതും ചുറ്റുപാടുള്ളവർക്ക് മനസ്സിലായി. സ്വയം ഈ ചോദ്യം ഉന്നയിച്ചിട്ട് പറ. സഭക്കാർ നമ്മളെ കുറിച്ച് സാക്ഷ്യമാണ്. ഞാൻ സഭക്കാരുടെ കാര്യമല്ല ചോദിച്ചു, അയൽവക്കംകാരുടെ കാര്യം ചോദിച്ചു. അയൽവക്കംകാർക്ക് നമ്മളുള്ള മനോഭാവം എങ്ങനെ? അത് അവരെ കണ്ടിട്ട് നാളെ എത്രയായി അല്ലേ? സ്വോത്രം. നമ്മൾ അവരെ കാണുന്നില്ല, അവർ നമ്മളെയും കാണുന്നില്ല. ഒരു മതിലുണ്ട്, എന്റെ പൊന്നോ, 12 അടി പൊക്കത്തില്ല മതിൽ പണിത് വെച്ചേക്കുന്നത്. ഒരു കാരണവശാലും നമ്മളെയും കാണരുത്, നമ്മൾ അവനെയും കാണരുത്. വീടിന് മതിലുള്ള ദോഷമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞ ആശയത്തിൽ ഉൾക്കൊള്ളാം. അബ്രഹാമിനെ കുറിച്ച് ചുറ്റുപാടുള്ളവർ പറയുകയാണ്, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രഭുവാകും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖല കൊണ്ടും വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. നമ്മൾ തെളിയിക്കണം നമ്മൾ ആരാണെന്ന് നമ്മുടെ അയൽവക്കത്തെ ചുറ്റുപാടുള്ളവർക്ക് ബോധ്യമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ബാക്കി ഞാൻ പിന്നെ പറയാൻ സമയം മുന്നോട്ട് നീങ്ങി. അബ്രഹാമിനോട് അവര് പറയുകയാണ്, എവിടെ വേണമെങ്കിലും അങ്ങ് സ്ഥലമെടുത്തു. അബ്രഹാം പറഞ്ഞു, എനിക്ക് അത് വേണ്ട. പിന്നെ ഞാൻ സ്ഥലം എടുക്കാം, പക്ഷെ നിങ്ങൾ വില വാങ്ങിക്കണം. വിലയ്ക്ക് മതി, സൗജന്യമായിട്ട് വേണ്ടെന്ന്. നമ്മളാണെ പറയുന്നുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ. എവിടെ ഒരു 6 അടി മണ്ണ് കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ച് ധ്യാനിച്ചും വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ 5 പൈസ പോലും ചോദിക്കാതെ എന്റെ ഭാര്യയെ മറവ് ചെയ്യാൻ 6 അടി മണ്ണ് തരുവാൻ ഹിത്തിരി ഒരുക്കുവാൻ തക്കോണമായി ഇടയായി തീരുവാൻ തക്കോണം സാധിച്ചെന്ന് നമ്മൾ അന്നേരം പറഞ്ഞു. നമ്മളാണെ അങ്ങനെ പറയുള്ളൂ. അബ്രഹാം പറഞ്ഞു, തക്കവണ്ണം പൊക്കോണം ക്യൂബിക്കടി ഒന്നും വേണ്ട, ഞാൻ സ്ഥലം വാങ്ങിക്കാൻ, പക്ഷെ കാശ് മേടിക്കുന്നുണ്ടെങ്കിൽ മതിയെന്നു. Praise the Lord. കണ്ടോ, ഡിഗ്നിറ്റി കളയാതെ സൂക്ഷിക്കുന്ന അബ്രഹാമിനെ. പോട്ടെ, ഞാൻ നിർത്തുന്നു. അബ്രഹാം വില കൊടുത്തു വാങ്ങിയ ഗുഹയ്ക്കകത്താണ് ഭാര്യ മറവ് ചെയ്തത്. ഞാൻ പറഞ്ഞത്, ദൈവം നേരിട്ട് കൊടുത്തിട്ട് കൂടെ അതിൽ കണ്ണുടക്കാതെ, അതാണ് വലുത് ചിന്തിക്കാതെ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനത്തിനകത്തുകൊണ്ട് കാത്തിരിക്കാൻ തലമുറ ഉപദേശിക്കുന്ന അബ്രഹാമിനെ നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾ വിചാരിക്കുക, അപ്പം നമ്മൾ കേട്ട വാഗ്ദത്തങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ചോല്ലായി. അർത്ഥം മനസ്സിലായോ? വാഗ്ദത്തം ചെറുതായത് കൊണ്ടല്ല, വാഗ്ദത്തം വലുത് തന്നെ. പക്ഷെ അതിനേക്കാൾ വലുതാണ് അബ്രഹാം കണ്ട ദർശനം എന്ന് പറഞ്ഞാൽ അവിടെ പ്രാപിക്കാൻ പോകുന്നതും കിട്ടാൻ പോകുന്ന കാര്യത്തിൽ ഇതൊന്നും അബ്രഹാമിന് ഒരു വിഷയമേ ആയിട്ടില്ല. അത് വിഷയമല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഉള്ളതെല്ലാം വിഷയമായിട്ട് മാറുന്നത്. മനസ്സിലാകുന്നല്ല. വാഗ്ദത്തം തരികയില്ലഞ്ഞോട്ടോ, വാഗ്ദത്തം നിവർത്തിക്കുകയില്ലഞ്ഞോട്ടോ അല്ല. അതിന്റെ മഹത്വം കണ്ടവന്, ഇതിന്റെ മാധുര്യം അറിഞ്ഞ ഒരു വ്യക്തിക്ക് ഇവിടെ ഇതെല്ലാം അതിനേക്കാൾ വലിയ വാഗ്ദത്തം ഉണ്ടെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല എന്ന് മനസ്സിലാക്കും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ദർശനം മങ്ങിപ്പോകരുത്, നമ്മുടെ കാഴ്ചപ്പാട് മങ്ങിപ്പോകരുത്. ദൈവത്തെ ലോകത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വേർപാട് പാലിക്കേണ്ട സമസ്ത മേഖലയിലും വേർപാട് പാലിച്ച് ദൈവപ്രസാദമുള്ള ജീവിതം നയിച്ചാൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിശ്ചയമായും പ്രാപിക്കാൻ നമുക്ക് ദൈവം സാധ്യമാക്കി തരും, അവസരങ്ങൾ ഒരുക്കി തരും. അപ്പോഴും അതിനേക്കാൾ അപ്പുറത്തായിട്ടുള്ള ദൈവം ഒരുക്കുന്ന ശാശ്വതമായ നഗരത്തെക്കുറിച്ച് ദർശനം നമ്മുടെ ഉള്ളിൽ നിലച്ചു നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടെന്ന് ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ്സിനോട് അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ ദിവസം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.